മനുഷ്യന്റെ ഏറ്റവും ബലഹീനമായ ഒരു വികാരമാണ് പേടി എന്ന് പറയുന്നത്. പേടിയില്ലാത്ത മനുഷ്യർ ഈ ലോകത്തിലില്ല. എന്നാൽ പേടിയില്ലാത്തവന് മാത്രമേ ധൈര്യത്തോട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പലവിധമായ വിഷയത്തെക്കുറിച്ച് പേടിക്കുന്നവർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ച് പേടിക്കുന്നവരുണ്ട്, ഭാവിയെക്കുറിച്ച് പേടിക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസത്തെ, പണത്തെക്കുറിച്ച്, കടഭാരത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മനുഷ്യൻ പേടിക്കുക. ചിലർ മരണത്തെക്കുറിച്ച് പേടിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പേടി കൊണ്ട് ഒരു മനുഷ്യനും എവിടെയും എത്തുവാൻ കഴിയില്ല. ഒരു മനുഷ്യന് വിജയത്തിലെത്തണമെങ്കിൽ അവൻ്റെ പേടി എടുത്തു മാറ്റണം. പലപ്പോഴും പേടി ഉണ്ടാകുന്നതിൻ്റെ കാരണം അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നൊരു ധാരണയിലെത്തുമ്പോഴാണ്. മനുഷ്യരൊരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കടന്നു വരത്തില്ല. ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, വാക്യമുണ്ട്: നീ ഒരു നാളും പേടിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കരുത്, ഞാൻ നിന്റെ ദൈവമാകുന്നു. ദൈവമാണ് മനുഷ്യനെ ബലപ്പെടുത്തുന്നത്. പേടിയിൽ നിന്ന് അകറ്റുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം പറയും: നീ ഭയപ്പെടേണ്ട മകനെ, നീ ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്നോട് കൂടെയില്ലേ, നീ എന്തിനാ ഭ്രമിച്ചു നോക്കുന്നേ? ഞാൻ നിന്റെ ദൈവമല്ലേ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ? ഇങ്ങനൊരു ആശ്വാസദായകൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നേ? ഈ സങ്കുചിതമായ മനസ്സുകൊണ്ട് നമ്മൾ എന്തിനാ നടക്കുന്നേ? പകരം വിശാലമായി ഒരു ദൈവത്തെ കാണുവാൻ നാം ഇന്നു മുതൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പേടിയെല്ലാം അകറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് തന്നെ നീ വിശ്വസിക്കുക.